യെസ്, ഞാൻ 4 കാര്യങ്ങൾ ഞാൻ ചോദിക്കും. ആ 4 കാര്യങ്ങൾ ഈ പേപ്പറിനകത്ത് എഴുതണം. എഴുതി കഴിഞ്ഞതിന് ശേഷം കൂട്ടിക്കിട്ടാൻ പോകുന്ന ആൻസറാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ എഴുതുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് അത് ഞാൻ മടക്കി ഇവിടെ എഴുതി. യാ, ഇനി ഞാൻ ഈ റൈറ്റിംഗ് പാഡ് തരുന്നു കയ്യിലേക്ക്. ഇത് ഞാൻ മാജിക് പഠിപ്പിച്ചു തരാൻ പോകുന്ന മാജിക്കാണ്. ഇറ്റ്സ് എ സിമ്പിൾ മാത്തമാറ്റിക്സ്. ചെയ്യേണ്ടത് ഒരു കാര്യം, ജനിച്ച വർഷം ആദ്യം എഴുതാം. ഓക്കെ, തൊട്ട് താഴെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായിട്ടുള്ളൊരു വർഷം. നമ്മളിങ്ങനെ ത്രസിക്കുന്ന സമയമുണ്ടായിട്ട് ഒരു വർഷം, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായിട്ടുള്ളൊരു വർഷം. എന്താണ് കാരണമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. യാ, ഓക്കെ. ഇനി വീണ്ടും ചോദിക്കുന്ന കാര്യം, ഇപ്പോൾ യുവർ ഏജ്, നിങ്ങളുടെ വയസ്സ് തൊട്ട് താഴെ എഴുതാം. ഓക്കെ, തൊട്ട് താഴെ ഈ സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം എത്ര വർഷം കഴിഞ്ഞു എന്നുള്ള കാര്യം എഴുതാം. ഞാൻ എൻ്റെ പ്രഡിക്ഷൻ എഴുതി കഴിഞ്ഞു, അതുകൊണ്ട് കാണിക്കുന്നതിൽ വിരോധമൊന്നുമില്ല. യാ, ഓക്കെ. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് കൂട്ടണം. അതാണ് കഷ്ടപ്പാടല്ലേ. അത് വലുതാക്കി ഇവിടെ എഴുതാം. വലുതാക്കി. സോ എന്താണ് ആൻസർ? 4032. നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല അല്ലേ? എനിക്ക് താങ്കൾക്ക് എപ്പോഴാണ് സന്തോഷമുണ്ടായത്, താങ്കൾ ജനിച്ച വർഷം ഏതാണെന്നൊന്നും എനിക്കറിയില്ല. ആൻഡ് മൈ പ്രഡിക്ഷൻ, പ്ലീസ്, ദാറ്റ് ഈസ് ഇത് എല്ലാവർക്കും, പ്രേക്ഷകർക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന, സ്കൂളിൽ പോയി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സിമ്പിൾ മാജിക്കാണ്. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇതിൻ്റെ കാര്യം. അറിയാമോ ഇത് സീക്രട്ട്? ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ. അതായത് പേന, അദ്ദേഹം ജനിച്ച വർഷം എന്ന് പറയുന്നത് 1997 ഇപ്പോൾ 19 വയസ്സായി. ഈ 1997 19 കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് ഏജും ജനിച്ച വർഷവും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഇയർ കിട്ടും. മനസ്സിലായോ? കറണ്ട് ഇയർ എന്ന് പറയുന്ന സമയത്ത് 2016 അല്ലേ? ഓക്കെ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായ വർഷം എന്ന് പറയുന്നത് 2014. 2 വർഷം കഴിഞ്ഞു. ഇത് രണ്ടും കൂടി ചേർത്ത് കൂട്ടിക്കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് കിട്ടും എന്ത്? 2016. ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2016 കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഉത്തരം 4032. Am I right? ഓക്കെ. എല്ലാവർക്കും എവിടെ പോയി ചെയ്യാവുന്ന ഒരു സിമ്പിൾ മാജിക്.